Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് അല്ലേ? അത് തീർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. 7th മൊഡ്യൂളിലെ 6th മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും തീർന്നു അല്ലെ? ഇനി ആ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവാനായിട്ട്. നോക്കാം. നെക്സ്റ്റ് അഡോപ്റ്റ് എ ലീൻ സ്ട്രാറ്റജി ഒരു ഇൻവെന്ററി കൺട്രോളില് ഒരു ലീൻ സ്ട്രാറ്റജി ഉപയോഗിക്കുക, അഡോപ്റ്റ് ചെയ്യുക അല്ലെ? ലീൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഒരു നമ്മുടെ സപ്ലൈ മാനേജ്മെന്റിന്റെ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ്, ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു കമ്പനീസ് സപ്ലൈ ചെയിൻ പ്രോസസ് ടു എലിമിനേറ്റ് വേസ്റ്റ് അല്ലെ? ഇതാണ് ഇൻവെന്ററി കൺട്രോളില് അവരവരുടെ വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യണം അല്ലെ? വേസ്റ്റ് എന്താണ്? പാഴാക്കി കളയുന്നത് അല്ലെ? സ്റ്റോക്കുകൾ പാഴാക്കി കളയുന്നത് ഒഴിവാക്കണ്ടേ? അങ്ങനെയുള്ള എന്താണ് സപ്ലൈ ചെയിൻ പ്രോസസ് ടു എലിമിനേറ്റ് വേസ്റ്റ് ആക്കി കളയുന്നത് എലിമിനേറ്റ് ചെയ്യുക അല്ലെ? ഒഴിവാക്കുക. മാക്സിമൈസ് എഫിഷ്യൻസി. എന്താണ് നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ എങ്ങനെയായിരിക്കണം? നല്ല എഫിഷ്യൻസിയോടുകൂടി ആയിരിക്കണം അല്ലെ? കാര്യക്ഷമതയോടുകൂടി ആയിരിക്കണ്ടേ നമ്മ ആ ഒരു പ്രവർത്തനം ചെയ്തു തീർക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാക്സിമൈസ് എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ് ഓവറോൾ വാല്യൂ ഡെലിവറി അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇൻവെന്ററി മാനേജ്മെന്റിൽ അല്ലെങ്കിൽ സപ്ലൈ മാനേജ്മെന്റിൽ എല്ലാ വിഭാഗത്തിലേക്കും അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എല്ലാ സെക്ഷനിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, റിസോഴ്സുകൾ നമ്മൾ ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുക്കണ്ടേ? വാല്യൂ ഡെലിവറി അല്ലെ? ഓരോ സെക്ഷനിലും അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ സാധനങ്ങൾ ഡെലിവറി ചെയ്യണം അല്ലെ? അതല്ലേ ഒരു സപ്ലൈ മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ആവശ്യമായ അളവില് ആവശ്യമായ സാധനങ്ങൾ ആവശ്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുക അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ഒരു സ്ട്രാറ്റജിയാണ് എന്ത്? നമ്മുടെ ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലീൻ സ്ട്രാറ്റജി നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ അഡോപ്റ്റ് ചെയ്യുക. അപ്പൊ നോക്കിയേ, ഇൻവെന്ററി മാനേജ്മെന്റിൽ അഡോപ്റ്റ് ചെയ്യുക. യുവർ ഇൻവെന്ററി മാനേജ്മെന്റ് പോസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി സപ്ലൈ പർച്ചേസിംഗ് ഇറ്റ്സെൽഫ് അല്ലെ? എന്താണ് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ്? പർച്ചേസിംഗ് അല്ലെ? മാനേജ്മെന്റിന് വിതരണ വാങ്ങലിന് പുറമെ എന്തും കൂടി വരുന്നുണ്ട്? ചെലവുകൾ കൂടി വരുന്നുണ്ട് അല്ലെ? പർച്ചേസിങ്ങിന് അവർക്ക് ചെലവുകൾ വരുന്നുണ്ടോ? അപ്പൊ എന്താണ്? വിതരണ വാങ്ങലിന് പുറമെ അവർക്ക് അതല്ലാതെ അല്ലെ? പർച്ചേസിങ് അല്ലാതെ അവർക്ക് ചെലവുകൾ വരുന്നില്ലേ? അവര് വാങ്ങുന്ന സാധനങ്ങള് അവര് ശരിയായ രീതിയിൽ അവർ സ്റ്റോർ ചെയ്യണം അല്ലെ? വേണ്ടേ? പിന്നെ എന്താണ്? എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലത്തേക്കും അവർക്ക് എത്തിച്ചു കൊടുക്കണോ? മൂവ്മെന്റ്സ് നടത്തണോ? കൂടാതെ എന്താണ്? ഇപ്പൊ അവരെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ അതിലെന്തെങ്കിലും എക്സ്പയർഡ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് അതൊരു കോസ്റ്റ് ആണ് അല്ലെ? ഒരു നഷ്ടമില്ലേത്. അപ്പൊ അങ്ങനെ പല രീതിയിൽ അവർക്ക് ചെലവുകളും കൂടി വരുന്നുണ്ട്. There are many factors to be considered in price അല്ലെ? ഇതിൽ പല കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? മൂവ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കോസ്റ്റ് അല്ലെ? ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ട്. എക്സ്പയർഡ് പ്രോഡക്ട്സുകൾ അല്ലെ? നമ്മൾ വാങ്ങിച്ച സാധനങ്ങളിൽ എന്തെങ്കിലും എക്സ്പയറി ആയി പോയി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യാം? പിന്നീട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? നമ്മൾ അത് ഡിസ്പോസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ? എക്സ്പയർഡ് പ്രോഡക്ട്സിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. പിന്നെ എക്സസ് സപ്ലൈയേഴ്സ് അല്ലെ? അധിക സാധനങ്ങൾ വരാം.
നമ്മ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് എന്താണ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മ ഓർഡർ കൊടുക്കുക, അധിക സാധനങ്ങൾ വരാം, അതൊരു നഷ്ടമാണ് അല്ലെ. ചിലപ്പോ അധിക സാധനങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും, ചിലപ്പോ അത് എക്സ്പയറി ആയി പോകും അല്ലെ, അല്ലെങ്കിൽ അത് ഡാമേജ് ആയി പോകാം അല്ലെ, ഡാമേജ് ആയി പോകാം. അപ്പൊ അതെന്താണ്, അതൊരു നഷ്ടമാണ് അല്ലെ. എക്സസ് സപ്ലൈസ് ആൻഡ് പർച്ചേസ് പ്രൈസ് വേരിയസ് അല്ലെ. ഇപ്പൊ നമുക്ക് എന്താണ് വാങ്ങൽ വിലയിൽ വ്യത്യാസം വരെ. ഇപ്പൊ നമ്മ ഒരു സാധനം ഒരു 3000 രൂപക്ക് വാങ്ങാണ്, പിറ്റത്തെ മാസം ആകുമ്പോൾ അത് വിപണി ഇടിയാണ്, മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് അത് 2500 കിട്ടാണ്. അപ്പൊ അവിടെ ഒരു വ്യത്യാസം വന്നില്ലേ, പ്രൈസിന് വേരിയേഷൻസ് വന്നു അല്ലെ. അപ്പോഴും നഷ്ടമാണോ നമുക്ക്, അപ്പോഴും നമുക്ക് നഷ്ടമാണ് അല്ലെ. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് ചെലവുകളും കൂടി വരാം. അപ്പൊ നോക്കിയേ, എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കോസ്റ്റ് ക്യാൻ ഇൻ ടേൺ സേവ് യു മണി അല്ലെ. എന്താണ് നിങ്ങളുടെ ചെലവിനെ കുറിച്ച്, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് ആ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ചെലവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നത് നമുക്ക് പണം ലാഭിക്കാൻ സാധിക്കും അല്ലെ. ഇല്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാം, അധികം ഓർഡർ ചെയ്യാണ്ട് നമുക്ക് എന്തൊക്കെയാണോ അർജന്റ് ആയിട്ട് അത്യാവശ്യമായിട്ടുള്ളത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ അല്ലെ, അധികം നമുക്ക് ലോസ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ചെലവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നത് സേവ് യു മണി അല്ലെ, നമുക്ക് പണം ലാഭിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഇംപ്ലിമെന്റിംഗ് സപ്ലൈ ചെയിൻ വിൽ എൻഷുർ എന്നാണ് കേട്ടോ. ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്പേസ് ഉണ്ട്. ഇംപ്ലിമെന്റിംഗ് ലീൻ സപ്ലൈ ചെയിൻ വിൽ എൻഷുർ ദാറ്റ് you have the right number of supplies at the right place when and where you need them അല്ലെ. എന്താണ് നമ്മ ഇംപ്ലിമെന്റ്, നമ്മ സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ ഇംപ്ലിമെന്റ് നടപ്പിലാക്കി കഴിഞ്ഞാല് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ഉറപ്പാക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കാൻ പറ്റുന്നത്, റൈറ്റ് നമ്പർ ഓഫ് സപ്ലൈസ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അല്ലെ. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ അളവില് റൈറ്റ് നമ്പേഴ്സില് ശരിയായ നമ്പേഴ്സില് നമുക്ക് എപ്പോഴാണോ എവിടെയാണോ സാധനം ആവശ്യമായി വരുന്നത് അവിടെ നമുക്ക് എത്തിക്കാനുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായി സാധിക്കുന്നു അല്ലെ. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇംപ്ലിമെന്റിംഗ് ആണ് കേട്ടോ, ഇംപ്ലിമെന്റിംഗ് എന്നിട്ട് എ ഉണ്ട്. ഇംപ്ലിമെന്റിംഗ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് എ, ഒന്നിച്ച് വന്നേക്കുന്നതാണ് കേട്ടോ, ഒരു സ്പേസ് ഇല്ലാണ്ട് ഒന്നിച്ച് വന്നേക്കുന്നതാണ് കേട്ടോ. ഇംപ്ലിമെന്റിംഗ് എ ലീൻ സപ്ലൈ ചെയിൻ വിൽ എൻഷുർ, എന്താണ് ഒരു ലീൻ സപ്ലൈ ചെയിൻ നമ്മൾ നടപ്പിലാക്കുന്നത്, ഇൻവെന്ററി കൺട്രോളിൽ നമ്മൾ നടപ്പിലാക്കുന്നത് റൈറ്റ് ശരിയായ സ്ഥലത്ത് ശരിയായ അളവില് അവർക്ക് എപ്പോഴാണ് ഒരു സാധനം ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആവശ്യമായി വരുന്നത് അവിടെ തന്നെ അല്ലെ ആ പ്രത്യേക സ്ഥലത്ത് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പുവാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ഇൻ 2016 കാർഡ്വെൽ Memorial Hospital in North Carolina, for instance, reported that it saved $2.62 million over 2 months with a lean strategy. എന്താണ് ഒരു എക്സാമ്പിൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. 2016 കാർഡ്വെൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കരോലിനയിലുള്ള കാർഡ്വെൽ മെമ്മോറിയൽ ഹോസ്പിറ്റലില് ഈ ഒരു ലീൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് കാണിട്ട് അവർ 2 മാസം കൊണ്ട് $2.62 മില്യൺ ആണ് അവരെന്ത് ചെയ്തത്, സേവ് ചെയ്തതെന്ന് അവർക്ക് സേവ് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് നമ്മൊരു ഹോസ്പിറ്റലില് ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിരിക്കോട്ടെ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നമ്മൾ ലീൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ പണം ലാഭിക്കാനായി സാധിക്കുന്നു. അപ്പൊ എന്താണ് ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ സ്ഥലത്ത് നമുക്ക് ആ സാധനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ്, staying in control of inventory at any kind of healthcare facility requires attention to detail and a good eye for risk. That management techniques can be completed more efficiently. എന്താണ്
maintain in control of inventory at any kind of healthcare facilities. എന്താണ് ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, ലാർജ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ, അല്ലെ, ക്ലിനിക്കുകൾ ആയിക്കോട്ടെ, ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെന്ററി കൺട്രോളിന്, അല്ലെ, കൺട്രോൾ ഓഫ് ഇൻവെന്ററി കൺട്രോളിന് നമ്മൾ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം, അല്ലെ. എന്തൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയാലും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വേണ്ടേ? ഇൻവെന്ററി സ്റ്റോക്ക് വേണ്ടേ? അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള. അപ്പൊ എന്ത് ചെയ്യാ? നമ്മ അവിടുത്തെ ഇൻവെന്ററി കൺട്രോളില്, സ്റ്റോക്ക് കൺട്രോളില് കൂടുതൽ അറ്റൻഷൻ, അല്ലെ, ശ്രദ്ധ കൊടുക്കുക. കൂടാതെ എന്താണ്? എ ഗുഡ് ഐ ഫോർ വേസ് ദാറ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ക്യാൻ ബി കംപ്ലീറ്റഡ് മോർ എഫിഷ്യന്റ്ലി, അല്ലെ. നമ്മുടെ അവിടുത്തെ ഇൻവെന്ററി കൺട്രോള് ശരിയായ എഫിഷ്യന്റ് ആയ രീതിയിൽ, അല്ലെ, കൂടുതൽ കാര്യക്ഷമമായി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയും നമ്മൾ ഇൻവെന്ററി കൺട്രോളില് കൊടുക്കുക, അല്ലെ. മാനേജ്മെന്റ് ടെക്നിക്സുകൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുക, അല്ലെ. ഇപ്പൊ നമ്മ കുറെ ടിപ്സുകളാണ് പറഞ്ഞത്, അല്ലെ. 7 ടിപ്സ് ഒന്നും പറഞ്ഞല്ലേ നമ്മൾ പഠിച്ചത് തന്നെ. ഡാറ്റാസ്, അല്ലെ, ആണോ? Collect data from supply chain, assign team responsibilities, frequently analyze usage of waste, order frequency, organize supply room more efficiently, അല്ലെ. നല്ല രീതിയിൽ ആ ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട ടിപ്സ് ഒന്നല്ലേ? 7 ടിപ്സ്. അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് 7 ടിപ്സ് അല്ലേ പഠിച്ചത്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മ ഈ എന്താ പറയുന്നത്? നമ്മുടെ എന്താണ് എഫിഷ്യന്റ് ആയ രീതിയിൽ, അല്ലെ, കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ ആ ഇൻവെന്ററി കൺട്രോള് കംപ്ലീറ്റ് മുഴുവനാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ടെക്നിക്സുകൾക്ക് ശ്രദ്ധയും നൽകുക. ഓക്കെ ആണോ? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് ഇൻവെന്ററി കൺട്രോളില്, സ്റ്റോക്ക് കൺട്രോളില് കൂടുതൽ ശ്രദ്ധയും, കൂടാതെ നമുക്ക് ഇൻവെന്ററി കൺട്രോള് ശരിയായ കാര്യക്ഷമമായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? മാനേജ്മെന്റ് ടെക്നിക്സുകൾക്കും ശ്രദ്ധ നൽകുക. നെക്സ്റ്റ്, ബി ഷുവർ ടു എംപ്ലോയ് ദീസ് ആൻഡ് അതർ ടിപ്സ് that can help you spend less money on ordering new hospital supplies while wasting less of the supplies that you do order because of mistakes with inventory management that could have been prevented. എന്താണ് പറയുന്നത്? പുതിയ ആശുപത്രി സാധനങ്ങൾ നമുക്ക് ഓരോ തവണയും, അല്ലേ, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. പുതിയ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച്, അല്ലെ. അപ്പൊ പുതിയ ആശുപത്രി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് കുറച്ച് പണം ചെലവാക്കാൻ സഹായിക്കുന്നതിന്, അല്ലെ, എന്താണ് നമ്മ പറയുന്നത്? മുകളിൽ തന്നിട്ടുള്ള ആ 7 കാര്യങ്ങളും കൂടാതെ കുറച്ച് ടിപ്സുകളും ഉപയോഗിക്കാമെന്ന് ഉറപ്പാക്കുക. ഇപ്പൊ നമ്മ കുറെ 7 ടിപ്സ് ഒന്നും വന്ന് പഠിച്ചില്ലേ? ആ 7 ടിപ്സും കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആ ഒരു ഇൻവെന്ററി കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട നുറുങ്ങുകളും നമ്മൾ പ്രാവർത്തികമാക്കുക, ഉപയോഗിക്കുക. കൂടാതെ എന്താണ്? അതേസമയം ഇൻവെന്ററി മാനേജ്മെന്റിലെ പിഴവ് കാരണം നിങ്ങൾക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങള് പാഴാക്കുന്നത് കുറയ്ക്കുകയും അത് തടയുകയും പ്രിവെന്റ് ചെയ്യുകയും ചെയ്യാം, അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം, അല്ലെ. അഡീഷണൽ ഒരുപാട് ഓർഡർ ചെയ്യണോ? ഒരുപാട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സാധനങ്ങൾ പാഴായി പോകും, അല്ലെ. ചിലപ്പോ എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകാം, അതല്ലെങ്കിൽ അതെന്താണ്? അതിനെന്തെങ്കിലും ഡാമേജ് സംഭവിക്കാം, അതല്ലെങ്കിൽ നമ്മ എന്താണ് ഫാർമസിയിൽ പഠിച്ച പോലെ എന്താണ്? കീടങ്ങളോ ഇൻസെക്ട്സുകളോ റാറ്റ്സോ നശിപ്പിച്ച് കളയാം, അല്ലെ, കുറെ സ്റ്റോക്ക് ഇരിക്കുമ്പോഴ്, അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മ കൂടുതലായിട്ട് ഓർഡർ ചെയ്യും, അത് പാഴായി പോകുന്നതല്ലേ. അപ്പൊ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പിഴവ് കാരണം, അല്ലെ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങള് പാഴായി പോകുന്നത് ഒഴിവാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മനസ്സിലായോ?
പുതിയ സാധനങ്ങൾ അതിൽ പറയുന്നത് പുതിയ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണം അല്ലെ, ചെറിയ ഒരു നമുക്ക് പണം സേവ് ചെയ്യാനായിട്ട് നമുക്ക് മുകളിൽ പറയുന്ന ആ ഒരു 7 ടിപ്സുകളും കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള മറ്റു നിറങ്ങുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതേസമയം തന്നെ എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പിഴവ് കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ പാഴായി പോകുന്നുണ്ടോ എന്ന് എന്താണ് പാഴാക്കി കളയുന്നത് കുറയ്ക്കുകയും അത് തടയുകയും ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ്, ഹൗ ഡു യു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക്? നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിൽ ഹെൽപ്പ് യു മെയിൻറ്റെയിൻ ദ റൈറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്സ് അല്ലെ എന്നാണ്. ഒരു നല്ല സ്റ്റോക്ക് മാനേജ്മെന്റ് ആണെങ്കിൽ അവിടുത്തെ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് അല്ലെ, അവരുടെ ആവശ്യകതകൾ ഡിമാൻഡ്സുകൾ മീറ്റ് ചെയ്യുന്ന തരത്തില് ശരിയായ അളവിലെ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യോ അല്ലേ? നമുക്കറിയാം അല്ലെ, കസ്റ്റമർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ആവശ്യമായിട്ട് വരാം അല്ലെ, കുറവ് എന്തായിരിക്കും ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഡിമാൻഡ് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലേ? അപ്പൊ ഒരു നല്ല സ്റ്റോക്ക് മാനേജ്മെന്റ് ആണെങ്കിൽ കസ്റ്റമറുടെ ആവശ്യകതകള് ഡിമാൻഡുകൾ അനുസരിച്ച് അവരുടെ എന്താണ് സ്റ്റോക്കുകൾ നിലനിർത്താനായി സാധിക്കുന്നു. പിന്നെ എന്താണ് when you are managing your stock consider quantity, sales and storage. എന്താണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എന്തിനനുസരിച്ചാണ് മാനേജ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി അല്ലെ, സെയിൽസ് ആൻഡ് സ്റ്റോറേജ് അല്ലെ, എത്രമാത്രം നമുക്ക് അത് വിൽപ്പന നടക്കുന്നുണ്ട് അല്ലെ, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് എത്രത്തോളം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്താണ് നമ്മൾ ഒരു സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് അല്ലെ. If you have show moving stock, consider reducing your stock level by returning items to suppliers. ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമുക്കത് മനസ്സിലാകാണ് സ്ലോ മൂവിങ് സ്റ്റോക്ക് ആണ്, ഇതധികം ഇവിടെ നിന്ന് ചെലവായി പോകില്ല, ഇത് കെട്ടിക്കിടക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റോക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആ സപ്ലയർക്ക് തിരിച്ചു കൊടുത്ത ആ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാലോ അല്ലെ. ഇപ്പൊ നമുക്ക് അല്ലെ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, അപ്പൊ എന്താണ് അവർക്ക് ആ ഒരു പർച്ചേസ് ചെയ്ത് അവർക്ക് തോന്നാണ്, ആ ഒരു കമ്പനിക്ക് തോന്നാണ് ഇതെന്താണ് സ്ലോ മൂവിങ് പ്രോഡക്ട്സ് ആണ്, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലത് എക്സ്പയറി ആയി പോകും അല്ലെ. അപ്പൊ അവർ എന്ത് ചെയ്യും, അവര് വാങ്ങിച്ച കസ്റ്റമർക്ക് തിരിച്ചു കൊടുത്തിട്ട് ചിലപ്പോ എന്ത് ചെയ്യും, അവരിൽ നിന്ന് വേറെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ പൈസ തിരിച്ചു വാങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? സപ്ലൈ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആദ്യത്തെ ഭാഗം നമുക്ക് നല്ല എളുപ്പമായിരുന്നു അല്ലെ. ആദ്യത്തെ ഭാഗം കുറച്ച് ടഫ് ആയിരുന്നു, പിന്നെ സിമ്പിൾ ആയി അല്ലെ. പിന്നെ ലാസ്റ്റ് ഭാഗമായപ്പോ കുറച്ച് കൺഫ്യൂഷൻസ് ആയി അല്ലെ. ആദ്യം 7 ടിപ്സും സ്റ്റെപ്സും ഒക്കെ വന്നപ്പോ ആദ്യം ടോട്ടലി ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലെ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ തീർന്നു. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് 7th മൊഡ്യൂളില് മിസ് എടുക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. നമുക്ക് അറിയുന്നത് തന്നെയാണ്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഒരു ഇൻഫെക്ഷൻസ് പഠിച്ചല്ലോ, അതിൽ പഠിച്ച കുറെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിലും പഠിക്കുന്നത്. അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓക്കെ ആണോ? വായിച്ചു നോക്കണോ? ഒരു 4 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് നോക്കിയേ, പെട്ടെന്ന് ഓടിച്ചൊന്ന് നോക്കിയേ, ഏതെങ്കിലും ഒരു ഭാഗം ഡൗട്ട്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം.
ഹോസ്പിറ്റൽ എമർജൻസി കോഴ്സ് എടുത്തോ നിങ്ങൾക്ക്? എടുത്തോ ആരെങ്കിലും? ഇല്ല. ചോദിച്ചതാണ് കേട്ടോ. നമ്മ കുറെയൊക്കെ നമ്മ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചില്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചില്ല, അതിലുള്ളതാണ് കേട്ടോ ഒരുപാട് കുറെയൊക്കെ പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ. രണ്ടോ കുറച്ച് ദിവസമായിട്ട് നിങ്ങളിലെ ഇത് കുറവാണല്ലോ, സ്ട്രെങ്ത് കുറവാണല്ലോ. അല്ലെങ്കിൽ 31 പേര് 38 പേർക്ക് ഉണ്ടായവർക്ക് കുറച്ച് ദിവസമായിട്ട് 25, 24 ഉള്ളൂ. കാരുണ്യം ഇപ്പൊ കയറുന്നില്ലേ ക്ലാസ്സില്? കാരുണ്യനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ഇല്ല അല്ലേ? അറിയില്ല അല്ലെ? എന്താന്ന് വെച്ചാല് നിങ്ങളിൽ കുറച്ച് പേര് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഓക്കെ, കുറച്ച് പേര് എങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോ അറിയാലോ, ആ പേര് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അവരെ കാണാണ്ടാവുമ്പോഴാണ് ആ പേര് എടുത്ത് ചോദിക്കുന്നത്. പിന്നെ നിഷ അല്ലെ? നിഷേനെയും കണ്ടിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു. നിഷ ഉണ്ടോ? നിങ്ങളില് ഇപ്പൊ കയറിയിരിക്കുന്നതും അങ്ങനെ 2-3 കുട്ടികളും കുറച്ച് പേരുമുണ്ട്. അവര് സ്ഥിരമായിട്ട് ക്ലാസ്സിലുള്ളവരാ. അപ്പൊ നമുക്കറിയാം, നിങ്ങളിൽ ഒരാൾ മിസ്സായാലും അവരും ഇല്ലെങ്കിലും മിസ്സുമാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. ഓക്കെ, ഓക്കെ ആണോ? നമുക്ക് തുടങ്ങാം, പുതിയ ചാപ്റ്റർ തുടങ്ങാം. Okay, chapter 1, infection control. First, introduction. അല്ലേ? നമുക്കറിയാം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അണുബാധയേൽക്കുക അല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് പല രീതിയിൽ അണുബാധയേൽക്കാം അല്ലെ? പല രീതിയിലേൽക്കാം. എന്താണ് അണുബാധ? നമ്മുടെ പല സ്ഥലങ്ങളിലാണ് അല്ലെ ബാധിക്കുന്നത്. ചിലപ്പോ ബോഡി മൊത്തം ബാധിക്കാം, ചിലപ്പോ ചില ഓർഗൻസിനെ മാത്രം ബാധിക്കാം, ചിലപ്പോ ചില സിസ്റ്റത്തിനെ മാത്രം ബാധിക്കാം അല്ലെ? ചിലപ്പോ അല്ലെങ്കിൽ എന്താണ് പർട്ടിക്കുലർ ഒരു ഭാഗത്തെ ആയിരിക്കും അല്ലെ? ചിലപ്പോ കണ്ണിനെ മാത്രം ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അല്ലെ? അപ്പൊ എന്താണ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ? പല രീതിയിൽ ബാധിക്കുന്നതുണ്ട് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോളില് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, contagious diseases are caused by microscopic organisms that traverse the body's natural barriers and multiply to create symptoms that can range from mild to deadly. എന്താണ്
കണ്ടേജിയസ് ഡിസീസ് അല്ലെ, സാംക്രമിക രോഗങ്ങള്. അതെന്താണ്? നമ്മുടെ സ്വാഭാവിക തടസ്സങ്ങളിൽ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഒരു കഴിവുണ്ട് അല്ലെ, ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ അല്ലെ, ഉണ്ടോ? പറയാറില്ലേ, നമ്മ ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നമ്മുടെ അടുത്ത് പറയാറുണ്ട് എന്താണ്, അധികമായിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കല്ലേ അല്ലെ, അധികമായിട്ട് ഗുളികകൾ കഴിക്കല്ലേ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടല്ലേ, പറയാറില്ലേ, മുതിർന്നവർ പറയാറില്ലേ. അപ്പൊ എന്താണ്, നമ്മുടെ സ്വാഭാവിക ആയിട്ടൊരു നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ, കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ട്. അപ്പൊ ആ ഒരു സ്വാഭാവിക തടസ്സങ്ങളെ മറികടന്ന് എന്താണ് പെരുകുന്ന സൂക്ഷ്മജീവികളാണ് എന്ത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് അല്ലെ. കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക തടസ്സങ്ങളെ, നാച്ചുറൽ ആയിട്ടുള്ള തടസ്സങ്ങളെ മറികടന്ന് പെരുകുന്ന, നമ്മുടെ ശരീരത്തിൽ പെരുകുന്ന സൂക്ഷ്മജീവികളാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. ഇതെന്താണ്, ഇവ നേരിയതോ അല്ലെങ്കിൽ മാരകമോ ആയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന, ചിലപ്പോ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പനി അല്ലെങ്കിൽ ഒരു തുമ്മല് അല്ലെങ്കിൽ ഒരു ജലദോഷം അല്ലെ, അത് വന്ന് അങ്ങോട്ട് മാറിപ്പോവും. ചിലപ്പോ നമ്മുടെ ഈ ഇൻഫെക്ഷൻസ് എന്താണ്, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, മെയിൻ ഓർഗൻസിനെ ബാധിച്ചു കഴിഞ്ഞാല് നമുക്ക് മാരകമായിട്ടുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നു അല്ലെ, ആണോ അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, കണ്ടേജിയസ് diseases are caused by microorganisms അല്ലെ. കണ്ടേജിയസ് ഡിസീസ് എന്തുകൊണ്ടാണ് നമുക്ക് കാരണമാകുന്നത്, മൈക്രോ ഓർഗാനിസംസ് കൊണ്ടാണ് അല്ലെ. that traverse the body's natural barriers and multiply to create symptoms that can range from mild to deadly. എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ നാച്ചുറൽ ബാരിയേഴ്സിനെ മറികടന്ന് നമ്മുടെ ശരീരത്തിൽ പെരുകുന്ന സൂക്ഷ്മജീവികളാണ് നമുക്ക് സാംക്രമിക രോഗങ്ങൾക്ക് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. ഇത് എന്താണ്, മൈൽഡ് ആയിട്ടുള്ളത് അല്ലെ, ചെറിയതോ നേരിയതോ അല്ലെങ്കിൽ എന്താണ് മാരകമോ ആയ ലക്ഷണങ്ങൾക്ക്, അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെ അല്ലേ. Although a process has been made to annihilate or control many pathogenic disease, humankind remains susceptible to a wide array of new and resurrected organisms അല്ലേ. റീസറക്റ്റഡ് ഓർഗാനിസംസ് എന്താണ്, നമ്മ ഈ ഒരു പകർച്ചവ്യാധികള് കൺട്രോൾ ചെയ്യുന്നതിനും അത് ഉന്മൂലനം ചെയ്യുന്നതിനും നമ്മ പല പ്രോസസ്സുകൾ നടത്തുന്നുണ്ടല്ലോ. നമ്മ പറഞ്ഞു സ്റ്റെറിലൈസേഷൻ, സാനിറ്റേഷൻ, ഹാൻഡ് വാഷിംഗ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് നമ്മ പല പ്രക്രിയകളും ചെയ്യുന്നുണ്ടല്ലോ. ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുന്നു അല്ലെ. എന്നാലും എന്താണ്, മനുഷ്യവർഗം അല്ലെ, നമ്മുടെ ഹ്യൂമൻ കൈൻഡ് ഇപ്പോഴും എന്താണ്, പുതിയതും പുനരുദ്ധാരണം പ്രാപിച്ചതുമായ നിരവധി സൂക്ഷ്മാണുങ്ങൾക്ക്, നിരവധി പാത്തജൻസിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു അല്ലെ, വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മ എന്തൊക്കെ പ്രവർത്തനം, ഇപ്പൊ കൊറോണ, നിപ്പ എന്താണ്, പുതുതായി വന്ന അസുഖങ്ങളാണ് അല്ലെ, ന്യൂ സൂക്ഷ്മ പാത്തജൻസ് അല്ലേ. പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് നമ്മുടെ എന്താണ്, നമ്മൾ വാക്സിൻ എടുക്കുന്ന അസുഖങ്ങൾ അല്ലെ, വാക്സിൻ ഒക്കെ എടുക്കുന്നത് എന്തിനാ, ഡിഫ്തീരിയ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട് അല്ലെ, ഉണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ വാക്സിൻ എടുത്തിട്ടാണ് അല്ലെ. ആ കുഷ്ഠം, ഡിഫ്തീരിയ, അതൊക്കെ നമ്മളിപ്പോ എന്താണ് ഇവിടെ നിന്ന് മാറ്റിക്കളഞ്ഞത്. പക്ഷെ ആ അസുഖങ്ങള് വീണ്ടും വരുന്നുണ്ടോ, വീണ്ടും പുനരുദ്ധാരണം ചെയ്തു വരാണ് അല്ലെ, ഡിഫ്തീരിയ അല്ലേ. അപ്പൊ എന്താണ്, നമ്മ എന്താണ് ഈ രോഗകാരികളെ അല്ലെ, പാത്തജൻസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺട്രോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും പല പ്രക്രിയകളും പ്രോസസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും എന്താണ്, മനുഷ്യവർഗം അല്ലെ, ഹ്യൂമൻ കൈൻഡ് ഇപ്പോഴും പുതിയതും പുനരുദ്ധാരണം പ്രാപിച്ചതുമായ നിരവധി സൂക്ഷ്മാണുക്കൾക്ക് അല്ലെ, നിരവധി ഇൻഫെക്ഷൻസ്, മൈക്രോ ഓർഗാനിസംസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഓക്കെയാണോ?
ഫസ്റ്റ് പറയുന്നത് എന്താണ്? ശരീരത്തിന്റെ സ്വാഭാവിക തടസ്സങ്ങളെ മറികടന്ന് പെരുകുന്ന സൂക്ഷ്മജീവികളാണ് നമുക്ക് എന്തിന് കാരണമാകുന്നത്? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് അല്ലെ. ഇതെന്താണ്? നേരിയതോ അതല്ലെങ്കിൽ മാരകമായിട്ടുള്ളതോ ആയ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെന്താണ്? നമ്മെ എന്താണ് പല രോഗകാരികളെയും അല്ലെ പല പാത്തജൻസിനെയും ഉന്മൂലനം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പല പ്രക്രിയകളും നമ്മൾ അവലംബിക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ മനുഷ്യവർഗം ഇപ്പോഴും പുതിയതും പുനരുദ്ധാരണം പഴയ കാര്യങ്ങളൊക്കെ മാറ്റിയതായിരിക്കാം അല്ലെ അത് വീണ്ടും പുനരുദ്ധാരണം പ്രാപിച്ചതുമായ നിരവധി മൈക്രോ ഓർഗാനിസംസിനെ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സം ഇൻഫെക്ഷൻസ്. ചില ഇൻഫെക്ഷൻസ് such as measles അല്ലെ 5-ാം പനി കേട്ടിട്ടില്ലേ? മീസിൽസ്, മലേറിയ, HIV ആൻഡ് യെല്ലോ ഫീവർ അല്ലെ. യെല്ലോ ഫീവർ ഒക്കെ ഇപ്പൊ പുതുതായിട്ട് വന്ന അസുഖങ്ങളാണ് അല്ലെ. നമ്മുടെ കൊറോണക്കൊക്കെ ശേഷം വന്ന് കേട്ട് അല്ലെ. ഇതായതല്ലേ യെല്ലോ ഫീവർ ഒക്കെ. അപ്പൊ എന്താണ്? യെല്ലോ ഫീവർ എഫക്ട് ദ എൻറ്റയർ ബോഡി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് മറ്റേ 5-ാം പനി, മലേറിയ, HIV പിന്നെ യെല്ലോ ഫീവർ പോലുള്ള അസുഖങ്ങൾ എന്താണ്? നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കുന്നു. എൻറ്റയർ ബോഡി. അതർ ഇൻഫെക്ഷൻസ് ആർ എഫക്ട് only one organs or system of body അല്ലെ. നേരത്തെ പറഞ്ഞു അല്ലെ. ചില ഇൻഫെക്ഷൻസ് അതർ ഇൻഫെക്ഷൻസ് എന്താണ്? ചിലപ്പോ നമ്മുടെ ഒരു ഓർഗൻസിനെയോ അതല്ലെങ്കിൽ എന്താണ് ഒരു റെസ്പിറേറ്ററി സിസ്റ്റം അങ്ങനെയുള്ള ചില സിസ്റ്റത്തെയോ മാത്രം യൂറിനറി സിസ്റ്റം അല്ലെ അങ്ങനെയുള്ള ചില സിസ്റ്റത്തെ മാത്രം ബാധിക്കുന്നു. The most habitual local infections including the common cold occur in the upper respiratory tracts അല്ലെ. നമ്മുടെ എന്താണ് ഹാബിച്വൽ ലോക്കൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അതായത് അതിൽ ഉൾപ്പെടുന്നത് കോമൺ കോൾഡ് അല്ലെ. ഇതെന്തിനെയാണ്? നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഹാബിച്വൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? habitual infections എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to an infection that repeatedly occurs in the same area of the body. നമ്മുടെ ഒരു ഏരിയ ബോഡിയിലെ നമ്മുടെ ശരീരത്തിലെ ഒരു ഏരിയയിലേക്ക് മാത്രം ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെ തുടർച്ചയായി വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങളെയാണ് എന്താണ് ഹാബിച്വൽ ലോക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചില പനിയൊക്കെ തുടർച്ചയായി വരുന്നവരുണ്ടാവും അല്ലെ. ചില ഇൻഫെക്ഷൻസ് വൈറൽ ഫീവർ അവർക്ക് തുടർച്ചയാ അതാണ് കോമൺ കോൾഡ് എന്ന് പറയുന്നത്. സാധാരണ അല്ലെ ഇൻഫെക്ഷൻസ് പനി ഇപ്പൊ കുട്ടികളിലാണെങ്കിലും വൈറൽ ഫീവർ തുടർച്ചയായി ചിലപ്പോ അവർക്ക് എന്താണ് ഈ ഒരാഴ്ച വന്ന് നമ്മ മരുന്നൊക്കെ കൊടുത്ത് ആന്റിബയോട്ടിക്സുകളൊക്കെ കൊടുത്ത് ഒന്ന് കുറച്ച് കൊണ്ടുവന്നിരിക്കുകയായിരിക്കും അല്ലെ. മാറി വരുമ്പോഴായിരിക്കും രണ്ടാമത്തെ ആഴ്ച വീണ്ടും അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് തുടർച്ചയായിട്ട് നമുക്ക് വരുന്ന അത്തരം അസുഖങ്ങളെയാണ് എന്താണ് ഹാബിച്വൽ ലോക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ് കോമൺ ഫീവർ, കോമൺ കോൾഡ് കേട്ടോ. അത് എവിടെയാണ് നമ്മൾ ബാധിക്കുന്നത്? അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ട്രാക്റ്റിനെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് a serious and usually local infections of the respiratory tract is tuberculosis which is a problem worldwide അല്ലെ. എന്താണ് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു ലോക്കൽ ഇൻഫെക്ഷൻ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഒരു ലോക്കൽ ഇൻഫെക്ഷൻസ് ആണ് എന്ത്? ട്യൂബർക്യുലോസിസ് അല്ലേ. അതെന്താണ്? അത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ മാത്രം ഒരു അസുഖമാണോ? ക്ഷയം കേട്ടിട്ടുണ്ടോ? ക്ഷയം ട്യൂബർക്യുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷയം. ഇത് TB എന്നൊക്കെ പറയും അല്ലെ. അതെന്താണ്? ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ഒരു പ്രശ്നമാണ് അല്ലെ, പ്രോബ്ലം ആണ് അല്ലെ, വേൾഡ് വൈഡ് പ്രോബ്ലം ആണ്. ഇപ്പൊ നമുക്ക് ഗൾഫിലൊക്കെ പോവില്ലേ ആ സമയത്ത് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യണോ? അപ്പൊ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ വിടുന്നത് നമുക്ക് വിസ ഒക്കെ ഇതാക്കാൻ വേണ്ടിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എക്സ്റേ എടുക്കും. ആ എക്സ്റേ എടുക്കുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ എന്താണ് അതില് അറിയാൻ പറ്റും നമുക്ക് TB ഉണ്ടോ, TB വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റില്ല ഗൾഫിലേക്ക്. കേട്ടിട്ടുണ്ടോ അതൊക്കെ?
ഓക്കെ. അപ്പൊ എന്താണ് അത് എന്താണ് വേൾഡ് വൈഡ് അല്ലേ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊന്നും അവരങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കാത്തത് കേട്ടോ. അപ്പൊ എന്താണ് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ടുള്ളത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ലോക്കൽ ഇൻഫെക്ഷൻ ആണ് TB. ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ഒരു പ്രശ്നമാണ് അല്ലെ, ഒരു അസുഖമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് അതർ കോമൺ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡ് ദി ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെ. എന്താണ് വേറെ അതർ കോമൺ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡ് മറ്റ് കോമൺ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഏതാണ്? ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെ. എന്താണ് നമ്മുടെ ദഹനനാളത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്നത് അല്ലെ. ദ റീപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി ട്രാക്ട് അല്ലെ. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെ. പിന്നെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണ് അതർ കോമൺ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻസ്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ദ ഐസ് ഓർ ഇയേഴ്സ് അല്ലെ. നമ്മുടെ ഐസിനെ ബാധിക്കുന്നത് ഇയേഴ്സിനെ ബാധിക്കുന്നത് അല്ലെ. ഈ ഐസിനെ ബാധിക്കുന്നതും ഇയേഴ്സിനെ ബാധിക്കുന്നതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് അല്ലെ. കോമൺ ആയിട്ട് കേൾക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് അല്ലെ. ഇപ്പൊ ചൂട് കാലത്ത് വെള്ളം കുടിച്ചില്ല, വെള്ളം കുടിക്കൽ കുറഞ്ഞു കഴിഞ്ഞാല് വരുന്ന ഒരു അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മ സാധാരണ വെള്ളം കുടിക്കണ അത്രയും കുടിച്ചില്ലെങ്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് അല്ലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഈ ഇയറിലൊക്കെ എന്താണ് നമുക്ക് കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാൽ അല്ലെ, ജലദോഷം കൂടുക അല്ലെങ്കിൽ കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൊതുവായി വരുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് അല്ലെ ഇയർ ഇൻഫെക്ഷൻസ്. കേട്ടിട്ടില്ലേ അതൊക്കെ? അപ്പൊ എന്താണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കോമൺ സൈറ്റ് ഇൻഫെക്ഷൻസ് ആണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ലങ്സ് ഇൻഫെക്ഷൻസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട്, നമ്മുടെ കണ്ണിനെ അല്ലെങ്കിൽ നമ്മുടെ ചെവിയെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്. ലോക്കൽ ഇൻഫെക്ഷൻസ് ക്യാൻ കോസ് മേജർ എയിൽമെന്റ് ഇഫ് ദേ എഫക്ട് vital organs such as heart, brain or liver അല്ലെ. നമ്മുടെ ലോക്കൽ ഇൻഫെക്ഷൻസ് എന്താണ് മേജർ ആയിട്ടുള്ള അല്ലെ വലിയ രീതിയിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇത് ഇഫക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെയാണ് അല്ലെ. പ്രധാനപ്പെട്ട ഓർഗൻസിനെ അവയവങ്ങളെയാണ് ഈ ഒരു ലോക്കൽ ഇൻഫെക്ഷൻസ് ബാധിക്കുന്നത്. അതായത് നമ്മുടെ ഹാർട്ടിനെ, ബ്രെയിനിനെ, ലിവറിനെയൊക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് ലോക്കൽ ഇൻഫെക്ഷൻസ്. ചില പനിയൊക്കെ നമുക്ക് കേൾക്കാറുണ്ട് അല്ലെ, ബ്രെയിനിനെ ബാധിച്ചു എന്നൊക്കെ, ബ്രെയിനിലേക്ക് ഇൻഫെക്ഷൻസ് ആയി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ചില സമയത്ത് എന്താണ് മേജർ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇതെന്ത് ചെയ്യാണ്? നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ഈ ഇൻഫെക്ഷൻസ് ബാധിക്കുന്നു. ഹാർട്ട്, ബ്രെയിൻ, ലിവർ പോലെയുള്ള പ്രധാന ഓർഗൻസിനെ ബാധിക്കുന്നു. They also can spread though the bloodstream to cause pervasive symptoms അല്ലെ. എന്താണ് pervasive symptoms? They also can spread through the bloodstream അല്ലെ. നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടി, നമ്മുടെ രക്തപ്രവാഹത്തിൽ കൂടി ഇതെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഭാഗത്തേക്കും ബാധിക്കുന്നു അല്ലെ. അല്ലെ ഈ ഒരു ഇൻഫെക്ഷൻസ് നമ്മുടെ രക്തപ്രവാഹത്തിൽ കൂടി ബ്ലഡ് സ്ട്രീമിലൂടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് വ്യാപകമായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നു. ഓക്കെയാണോ? സിംറ്റംസിന് കാരണമാകുന്നു. നെക്സ്റ്റ്, കോമൺ വേസ് ഇൻ വിച്ച് ഇൻഫെക്ഷൻസ് ഏജന്റ്സ് enter the body are through skin contact അല്ലെ. നമുക്ക് പറഞ്ഞു നമ്മുടെ ശരീരത്തില് പല രീതിയിൽ ഇൻഫെക്ഷൻസ് എൻ്റർ ചെയ്യാം അല്ലെ, പ്രവേശിക്കാലോ. നമ്മൾ എക്സൈലിൽ പഠിച്ചു അല്ലെ. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തില് പല രീതിയില് പാത്തജൻസ് കയറുന്നത്? സ്കിന്നിലെ കൂടി അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെ. സ്കിൻ കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെ. എയറിൽ കൂടി കയറാം. പിന്നെ എന്താണ് ഡ്രോപ്ലെറ്റ്സിലെ കൂടി അല്ലെ, വാട്ടറിൽ കൂടി അല്ലെ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്താണ് വാട്ടറും ഫുഡുകളും നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് കയറാം അല്ലെ. മോസ്കിറ്റോസ് അതിന്റെ ഒക്കെ കടിയേൽക്കുമ്പോൾ അല്ലെ, മോസ്കിറ്റോസിന്റെ ഒക്കെ കുത്തേക്കുമ്പോൾ
കീറുന്നവരല്ലേ? ഡെങ്കിപ്പനിക്ക് അങ്ങനെയല്ലേ? മൊസ്കിറ്റോസ് കടിക്കുമ്പോഴാണ് അല്ലേ? പിന്നെ എന്താണ്? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരാം അല്ലെ ഇൻഫെക്ഷൻസ്. HIV ഒക്കെ അങ്ങനെയല്ലേ പകരുന്നത്? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് അല്ലെ? കൂടാതെ എന്താണ്? നമ്മുടെ മദറിന്റെ ശരീരത്തിൽ നിന്ന് പിറക്കാൻ പോകുന്ന കൊച്ചിലേക്കും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ. മദർ കഴിക്കുന്ന ഫുഡ് അല്ലെ, ആ ഒരു കാനുലയിൽ കൂടിയാണ്, ബർത്ത് കാനുലയിൽ കൂടിയല്ലേ അവർക്ക് ഫുഡുകളും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ലഭിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, പല രീതിയിലുള്ള കോമൺ വേസ് ഇൻ വിച്ച് ഇൻഫെക്ഷസ് ഏജന്റ് എന്റർ ദ ബോഡി അല്ലെ. എന്താണ്? നമ്മുടെ ശരീരത്തില് ബർത്ത് ടൈമില് ആ സമയത്ത് നമ്മുടെ അൺബോൺ ചിൽഡ്രനില് കുഞ്ഞിന് എന്താണ്? മദേഴ്സിൽ നിന്ന് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. എന്താണ്? കോമൺ വേസ് ഇൻ വിച്ച് ഇൻഫെക്ഷസ് ഏജന്റ് എന്റർ ദ ബോഡി ആർ ത്രൂ സ്കിൻ കോണ്ടാക്ട്. എന്താണ്? നമ്മുടെ ഇൻഫെക്ഷൻസ് ഏജന്റ്, സംക്രമിക അതല്ലെങ്കിൽ രോഗകാരികള് നമ്മുടെ ശരീരത്തിൽ എൻറ്റർ ചെയ്യുന്ന, പ്രവേശിക്കുന്ന സാധാരണ വേസുകളാണ് എന്താണ്? ത്രൂ സ്കിൻ കോണ്ടാക്ട് അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ കൂടെ. ഇൻഹലേഷൻ ഓഫ് എയർ ബോൺസ് മൈക്രോബ്സ്, എന്താണ്? നമ്മുടെ എയറിലുള്ള മൈക്രോബ്സുകളെ, രോഗകാരികളെ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ അല്ലെ. ഈ സ്കിൻ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് ഒരു കോമിട്ടേക്ക് കേട്ടോ, ഒരു കോമിട്ടേര് അവിടെ ഒരു കോമിന്റെ. പിന്നെ എന്താണ്? ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ അല്ലെ, എന്താണ്? മലിനമായിട്ടുള്ള അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും നമ്മൾ കഴിക്കുന്നതിലൂടെ. പിന്നെന്താണ്? ബൈറ്റ്സ് ഫ്രം വെക്ടേഴ്സ് സച്ച് ആസ് ടിക്സ് ഓർ മോസ്കിറ്റോസ് ദാറ്റ് ക്യാരി ട്രാൻസ്മിറ്റ് ഓർഗാനിസംസ് അല്ലെ, എന്താണ്? രോഗകാരികളെ വഹിക്കുന്ന അല്ലെ, അവിടെ ക്യാരി ചെയ്യുന്ന മോസ്കിറ്റോസോ അല്ലെങ്കിൽ എന്താണ്? ചെല്ല്, ടിക്സ് എന്ന് പറഞ്ഞാൽ ചെല്ല് പോലെയുള്ള ഇൻസെക്ട്സുകൾ, അതിന്റെയൊക്കെ കടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? ഇൻഫെക്ഷൻസ് വരാം. പിന്നെ എന്താണ്? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ അല്ലെ. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ട്രാൻസ്മിഷൻ ഫ്രം മദർ ടു ദെയർ അൺബോൺ ചിൽഡ്രൻ വിയാ ദ ബർത്ത് കനാൽ ആൻഡ് പ്ലാസന്റ അല്ലെ, എന്താണ്? അൺബോൺ ചിൽഡ്രൻ, പ്രസവിക്കാത്ത നമ്മുടെ ശരീരത്തിന്റെ അല്ലെ യൂട്രസിൽ കിടക്കുന്ന കൊച്ചിന് എന്താണ്? ബർത്ത് കനാലിലൂടെ അല്ലെങ്കിൽ പ്ലാസന്റയിലേക്ക് കൂടി എന്താണ്? മദറിൽ നിന്ന് ഇൻഫെക്ഷൻസ് പകരാം. അങ്ങനെയാണ്, അതൊക്കെയാണ് കോമൺ വേസ്, ഇൻഫെക്ഷൻസ് പകരുന്നതിനുള്ള കോമൺ വേസ്. ക്വസ്റ്റ്യൻ വരട്ടോ. പിന്നെ ലോക്കൽ ഇൻഫെക്ഷൻസ്, സീരിയസ് ആൻഡ് യൂഷ്വലി ആയിട്ടുള്ള ലോക്കൽ ഇൻഫെക്ഷൻസ് ഇല്ലേ, ട്യൂബർകുലോസിസ്, അത് ചോദിക്കാം. മോസ്റ്റ് ഹാബിച്വൽ ലോക്കൽ ഇൻഫെക്ഷൻസ് ചോദിക്കാം. അടയാളപ്പെടുത്താം കേട്ടോ. ഇത്രയൊക്കെ ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള അല്ലെ ലോക്കൽ ഇൻഫെക്ഷൻസിനെ അല്ലെ, അല്ലെങ്കിൽ എന്താണ്? ഹാബിച്വൽ ഇൻഫെക്ഷൻസിനെ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എന്താണ്? ഒരു ഭാഗത്തെ അല്ലെങ്കിൽ എന്താണ്? ഒരു സിസ്റ്റത്തെ ഒക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളാണ് അല്ലെ ഇൻഫെക്ഷൻ കൺട്രോള്. അവയൊക്കെ തടയുന്നതിനുള്ള, പ്രിവെന്റ് ചെയ്യുന്നതിനുള്ളതും കൺട്രോൾ ചെയ്യാനുള്ള പ്രോസസ്സുകളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ വാട്ട് ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ? അപ്പൊ നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ prevents or stop the spread of infections in healthcare settings അല്ലെ. ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എന്താണ്? അസുഖങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻസ് അണുബാധ പടർത്തുന്ന എന്താണ്? ഇൻഫെക്ഷൻസിനെ തടയുന്നതിനും അത് സ്റ്റോപ്പ് ചെയ്യുന്നതിനുമുള്ള എന്താണ്? പ്രവർത്തനങ്ങളെ, പ്രോസസ്സുകളെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ അല്ലെ, ഹോസ്പിറ്റൽ ആവാം, ക്ലിനിക്കുകളാകാം, ഔട്ട് പേഷ്യന്റ് സർവീസുകളാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇൻഫെക്ഷൻസിനെ പടരുന്നത്, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും അത് നിർത്തുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനുമുള്ള പ്രോസസ്സുകളെയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോള് എന്താണ്? ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാന്നുള്ളത് അല്ലെ.
പ്രധാന പ്രവർത്തനമാണ് അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് infection controls. Infection control addresses factors related to the spread of infection within the healthcare settings, whether among patients, from patients to staff, from staff to patients, or among staff. അല്ലെ എന്താണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ അഡ്രസ് ചെയ്യുന്ന അല്ലെ എന്താണ് അത് കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഘടകങ്ങളെ ആയിരിക്കില്ലേ അത് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് അല്ലെ. ഇൻഫെക്ഷൻസ് പടർത്തുന്ന ആ ഒരു ഘടകങ്ങളെ ഫാക്ടേഴ്സിനെ ആയിരിക്കില്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം അല്ലെ. അപ്പൊ നോക്കിയേ, infection control addresses factors related to spread infection within the healthcare settings. Healthcare settings infections പടർത്തുന്ന ഘടകങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് അഡ്രസ് അതായത് കേന്ദ്രീയ ശ്രദ്ധ കൊടുക്കുന്നത്. Whether among patients, from patients to staff. ഇതൊക്കെ എന്താണ് ഏതൊക്കെ രീതിയിൽ ആളുകൾക്ക് ഇൻഫെക്ഷൻസ് ബാധിക്കാം? സ്റ്റാഫുകൾ, പേഷ്യൻസ് ടു സ്റ്റാഫ് അല്ലെ, പേഷ്യൻസിൽ നിന്ന് സ്റ്റാഫുകൾക്ക് ബാധിക്കാം അല്ലെ, സ്റ്റാഫുകളിൽ നിന്ന് പേഷ്യൻസിനെ ബാധിക്കാം അല്ലെ, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാലോ, സ്റ്റാഫുകളുടെ ഇടയിൽ തന്നെ സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് എന്തൊക്കെയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? This includes preventive measures such as hand washing, cleaning, disinfecting, sterilizing and vaccinating. അല്ലെ. അപ്പൊ നമ്മൾ ഈ ഇൻഫെക്ഷൻസ് തടയുന്നതിന് കൊടുക്കുന്ന എന്താണ് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എന്ത്? കൈ കഴുകുക അല്ലെ, ഹാൻഡ് വാഷിംഗ് ചെയ്യുക, സർഫസുകള് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്ത ആ ഒരു സർഫസുകളോ അതല്ലെങ്കിൽ അവിടെയൊക്കെ എന്താണ് ക്ലീനിങ് ചെയ്യുക അല്ലെ. പിന്നെ എന്താണ് ഡിസിൻഫെക്റ്റിംഗ് ടാസ്കുകൾ ചെയ്യാം, സ്റ്റെറിലൈസിങ് ചെയ്യാം, വാക്സിനേഷൻ ചെയ്യാം അല്ലെ, സാനിറ്റേഷൻ ചെയ്യാം, ഐസൊലേഷൻ ചെയ്യാം അല്ലെ, പല പ്രവർത്തനങ്ങളില്ലേ. അതൊക്കെ എന്താണ് നമ്മൾ ഇൻഫെക്ഷൻസിന്റെ എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ HAL പഠിച്ചതാണ് അല്ലെ. നെക്സ്റ്റ്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആർ മേജർ ബർഡൻ ഫോർ പേഷ്യൻസ്, സൊസൈറ്റി ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെ. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പടരുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ആർജിക്കുന്ന ആ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്താണ് പേഷ്യൻസിനും സൊസൈറ്റിക്കും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റിനുള്ള മേജർ ബർഡൻ ആണ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു ബർഡൻ അല്ലേ. എന്താണ് നമ്മുടെ പേഷ്യൻസിന്, സൊസൈറ്റിക്ക് അല്ലെ, സമൂഹത്തിന് നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബർഡൻ ആണ് hospital health care associated infection. The emergence of life-threatening infections such as severe acute respiratory syndrome, SARS കേട്ടിട്ടുണ്ടോ? SARS ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു അസുഖമാണ്. ഏത് സമയത്താണ് നിങ്ങൾ അത് കേട്ടിരിക്കുന്നത്? കേട്ടിട്ടില്ല? കൊറോണ വൈറസ് വന്നപ്പോ കേട്ടോ? കൊറോണ കോവിഡിന്റെ സമയത്ത് നമുക്ക് എന്താണ് കോവിഡ് ബാധിച്ചവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ്, സിവിയർ ആയിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് എന്താണ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. കോവിഡിന്റെ സമയത്താണ് ഇത് കൂടുതലായിട്ട് ആളുകളിൽ സ്പ്രെഡ് ചെയ്തത് കേട്ടോ. നമ്മുടെ ശ്വാസകോശത്തെയും നമ്മുടെ വായുമാർഗങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ ഒരു സെവർ അക്യൂട്ട് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ ശ്വാസകോശത്തെയും എയർവേസിലെയും ആ ഒരു എയർവേസിനെയും ബാധിക്കുന്ന എന്താണ് ഒരു രോഗമാണ് എന്താണ് സെവർ അക്യൂട്ട്
സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. ഇതിനെ എന്തും കൂടി വിളിക്കുന്നുണ്ട്? ശ്വസന രോഗം എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെയാണോ? ആ ഒരു എന്താണ് ഇത്? ലൈഫ് ത്രെട്ടനിങ് അസുഖമാണ്, ഇൻഫെക്ഷൻസ് ആണ്, നമ്മുടെ ജീവൻ എന്താണ് അപകടത്തിൽപ്പെടുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് സെവർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. എന്താണ്? SARS. ആൻഡ് റീ എമർജിംഗ് ഇൻഫെക്ഷൻസ് disease like plague and tuberculosis have emphasized the need for effective infection control program in all healthcare settings and capacity building for healthcare workers so they can implement them. ഈ ഒരു നമ്മുടെ പ്ലേഗ്, ട്യൂബർക്യുലോസിസ് ഒക്കെ എന്താണ്? നമ്മളിൽ നിന്ന് മാറിയ അസുഖങ്ങളാണ്. പക്ഷെ അവരെന്താണ്? വീണ്ടും റീ എമേർജ് ചെയ്യാണ് അല്ലെ? ഉയർന്നു വരുന്ന അസുഖങ്ങളാണ്. കുറെ നാള് ഒരു TB, ആ ഒരു പ്ലേഗ് ഒക്കെ മാറിയിരുന്നാണ്, വീണ്ടും അത് റീ എമേർജ് ചെയ്ത് വരാണ് അല്ലെ? പുനരുദ്ധാരണം അല്ലെങ്കിൽ ഉയർന്നു വരുന്ന പകർച്ചവ്യാധികളാണ് അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാസ് പോലെയുള്ള SARS അല്ലെ, സെവർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം പോലുള്ള അസുഖങ്ങളും വീണ്ടും ഉയർന്നു വരുന്ന പകർച്ചവ്യാധികളും എല്ലാ ആരോഗ്യ പരിപാലന ക്രമീകരണങ്ങളിലും ഫലപ്രദമായ അണുബാധ നിയന്ത്രണ പരിപാടികളുടെ ആവശ്യകതകളെ ഊന്നിപ്പറയുക അല്ലെ? ഇപ്പൊ എന്താണ്? നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ വീണ്ടും എമർജ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് എന്താണ് പറയുന്നത്? എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫലപ്രദമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ വേണമല്ലേ? പ്രോഗ്രാംസുകൾ വേണമെന്ന് ഊന്നിപ്പറയുകയും അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെ? എന്താണ്? കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇംപ്ലിമെന്റ് അല്ലെ? ആ ഒരു കാര്യങ്ങള് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്താണ്? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങള് നടപ്പിലാക്കണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അതിനുവേണ്ട അവയർനെസ് വേണം, എഡ്യൂക്കേഷൻ വേണം അല്ലെ? വേണ്ടേ? അപ്പൊ എന്താണ്? നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന അല്ലെ ലൈഫ് ത്രെട്ടനിങ് ഇൻഫെക്ഷൻസും പിന്നെ കൂടാതെ എന്താണ്? വീണ്ടും ഉയർന്നു വരുന്ന പ്ലേഗ് അതല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് പോലെയുള്ള അസുഖങ്ങളും എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയിലെ ഫലപ്രാപ്തിയെ എടുത്തു പറയുന്നു. കൂടാതെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നമ്മിപ്പോ സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക എന്നൊക്കെ ജസ്റ്റ് ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിനോട് പറഞ്ഞു കൊടുത്താൽ മതി. അതിന് അവർക്ക് വേണ്ട അതിനുള്ള അവയർനെസ് വേണം അല്ലെ? എഡ്യൂക്കേഷൻ വേണ്ടേ? ആ പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കാൻ. അപ്പൊ അതിന് വേണ്ട ഒരു ശേഷി അവരില് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.